അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മുടെ മധ്യത്തില് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ സിസ്റ്റർ സൗമ്യ സാമാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അരോമ ടിവി ചാനലിലൂടെ സമൂഹത്തിലെ ആരാലും അറിയപ്പെടാതെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ പങ്കുവയ്ക്കുവാൻ ഈ നാളുകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ, ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസി സിസ്റ്റർ സൗമ്യ സാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും എനിക്ക് അവസരം ഒരുക്കി തന്ന ദാനിയൽ ജോൺ പാസ്റ്ററിനും എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ ബിൻസി സിസ്റ്ററിനും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്റെ പേര് സൗമ്യ സാം എന്നാണ്. ഞാൻ റാന്നി ദേശത്ത് ഐത്തല എന്ന സ്ഥലത്താണ് ജനിച്ച് വളർത്തപ്പെടുവാനിടയായി തീർന്നത്. എന്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ സാംസി എബ്രഹാം. എന്റെ തലമുറകളുടെ 3 തലമുറകളെ ദൈവം എനിക്ക് ദാനമായി തന്നിട്ടുണ്ട്. അതിൽ മകൻ അക്സ സാം, അവൾ +2 പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ ട്വിൻസ് ആണ്. അവര് ഒരു മോനും മോളുമാണ്, ഹന്നയും ഹാനോക്കും. അവർ ഇനിയും 9ാം ക്ലാസ്സിലോട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ചെറിയ കുടുംബം കർത്താവിന്റെ പേരോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പിന്നെ എന്റെ കുടുംബ പശ്ചാത്തലം ഞാൻ പറയുവാണെങ്കിൽ, ജനിച്ചു വളർന്ന സാഹചര്യം പറയുവാണെങ്കിൽ, ഞാൻ ഐത്തല മീൻമുട്ടുപാറ എന്ന സ്ഥലത്താണ് ജനിക്കുവാനിടയായി തീർന്നത്. എന്റെ മാതാവിന്റെ പേര് സുജ, എന്റെ പിതാവിന്റെ പേര് മോൻസി എന്നാണ്. അപ്പോൾ തന്നെ എനിക്കൊരു ഏക സഹോദരിയാണുള്ളത്. ചേച്ചിയുടെ പേര് സ്വപ്ന എന്നാണ്. ഒരു കുടുംബമായി ഐത്തലയുടെ ദേശത്തായിരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ജ്ഞാനായ പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെടുവാനിടയായി തീർന്നത്. ജനിച്ച സമയം മുതൽ പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഹല്ലേലൂയ, ജനിച്ച സമയം മുതൽ പലവിധമാകുന്ന പ്രതിസന്ധികളിൽ കൂടെ എന്റെ ജനനം കടന്നു പോകുവാനിടയായി തീർന്നു. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ 7ാം മാസത്തിലാണ് എന്നെ ജനിക്കുവാനിടയായി തീർന്നത്. 38 വർഷത്തിന് മുമ്പ് നമ്മുടെ മന്നവരുതി എന്നുള്ളൊരു സ്ഥലത്ത് ഇടുക്കള ഡോക്ടറിന്റെ ഒരു ക്ലിനിക്കിലാണ് അന്ന് ഞാൻ ജനിക്കുവാനിടയായി തീർന്നത്. ആ ജനന സമയത്ത് 7ാം മാസത്തിൽ ജനിച്ചു. അപ്പോൾ തന്നെ ഞാൻ 800 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പ്രയാസകരമായിട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയെടുക്കുവാനിടയായി തീർന്നത്. ജനിച്ചതിന് ശേഷം എന്നെ നോക്കേണ്ടതിന് വേണ്ട രീതിയിലുള്ള ചികിത്സകളോ കാര്യങ്ങളോ ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് മുഖാന്തരം എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് 2 പൊട്ടുന്ന കുപ്പിക്കകത്ത് ചൂടുവെള്ളം നിറച്ചിട്ട് കമ്പിളിക്കകത്ത് പൊതിഞ്ഞ് എന്നെ 2 മാസം എന്റെ ശരീരത്തിന്മേല് വെള്ളം തുടയ്ക്കുവാനോ അല്ലെങ്കിൽ എന്നെ കുളിപ്പിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എന്റെ ജനനം എന്ന് പറയുന്നത്. എന്ന കർത്താവ് എന്നെ ഒരു അത്ഭുതകരമാക്കി ദൈവം എന്നെ മാറ്റി. ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ മാതാവിനോട്, ഈ കുഞ്ഞിനെ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് കർത്താവ് എന്നെ ഇന്നയോളം ജീവനോടെ അല്ലെങ്കിൽ ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം നിർത്തുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ എന്റെ കുടുംബ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ. എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഇളയ പൈതലായി ജനിച്ചു. അതിനുശേഷം എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. അവള് 56ാമത്തെ ദിവസം ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാനിടയായി തീർന്നു. ഇങ്ങനെ വളരെ പ്രതിസന്ധികളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. പലവിധമാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ കൂടെ എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയെടുത്തു. അപ്പോൾ തന്നെ ആദ്യമായി ഞങ്ങൾ ജനിച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങള് അവിടെ വിട്ട് മാറേണ്ടതായ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. സ്വന്തമായ ഭവനം കൊടുക്കുവാനും അതിനുശേഷം അനേക ഇടങ്ങളിൽ വാടകയ്ക്ക് എന്റെ മാതാപിതാക്കളുമായി ഞങ്ങൾ കടന്നു പോകുവാനും ഇടയായി തീർന്നു. അങ്ങനെ
എന്റെ നാലാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവില് എന്റെ മാതാവ് ഗൾഫിലേക്ക് കടന്നുപോയി. അവിടെ ജോലിയോടുള്ള ബന്ധത്തിലാണ് പിന്നീട് മാതാവായിരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ പലയിടങ്ങളിൽ നിന്നാണ് എനിക്ക് വളരുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെയും ഹല്ലേലൂയ പലയിടങ്ങളില് ആയിരിക്കാനാണ് ഇടയായി തീർന്നത്. എന്നാൽ അതിന്റെ നടുവിലും ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ കൂടെയിരുന്നു, ദൈവ സാന്നിധ്യം കൂടെയിരുന്നു. ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്രകാരം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മോശയുടെ ജനനത്തിന് മുമ്പ് തന്നെ മോശയെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വാഗ്ദത്തമുള്ളതിനെ തകർത്ത് കളയുവാൻ, വാഗ്ദത്തമുള്ളതിനെ മുടിച്ചു കളയുവാൻ ശത്രു പല വിധത്തിൽ നോക്കും. എന്നാൽ ദൈവത്തിന് പദ്ധതിയുള്ള ദൈവീയ വാഗ്ദത്തമുള്ളവരെ ദൈവം നടത്തുവാനിടയായി തീരും. അതിനുശേഷം എന്റെ ആ ജനന സമയത്ത് ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ, പിന്നീട് എന്റെ മാതാവ് ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ട രീതിയിൽ പാല് പോലും എടുത്തു കൊടുക്കുവാൻ കഴിയാത്ത നിലവാരത്തിലാണ് ഞാൻ ആയി തീർന്നത്. എടുത്തൊന്ന് പാല് തരുവാൻ കഴിയത്തില്ല എന്റെ മാതാവിന്. അത്രമാത്രം എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ചെറുതാണ്, തലയിൽ രോമമില്ല, മുടിയില്ല, കണ്ണുകളിൽ കൺപീലികളില്ല, അങ്ങനെ പുരികങ്ങളില്ല. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ജനിച്ച് വളരുവാനിടയായി തീർന്നത്. എന്നാൽ പിന്നീട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്ത് ഹല്ലേലൂയ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം എന്നെ തീർത്തു. ഇപ്പോൾ കാണുന്നവർക്ക് എന്നെ മനസ്സിലാകത്തില്ല, അതേ നിലവാരത്തിൽ എന്റെ വളർച്ച, എനിക്ക് വേണ്ട രീതിയിലുള്ള വെയിറ്റും ഹൈറ്റും എല്ലാം ദൈവം തന്നു. ദൈവത്രത്തോളം എന്നെ സഹായിച്ചു. മറ്റുള്ളവർ മുമ്പിൽ ഒരു അതിശയകരമാക്കി കർത്താവ് എന്നെ മാറ്റുവാനിടയായി തീർന്നു. അതിനുശേഷം ഒരു വയസ്സാകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഞങ്ങളുടെ വേറൊരു വീടിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മുട്ടയിൽ ഇഴയുന്ന പ്രായം, ആ പ്രായത്തില് മമ്മി ഇങ്ങനെ അന്ന് മണ്ണെണ്ണ വിളക്കാണല്ലോ, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനൊരു പോളിസ്റ്ററിന്റെ കെട്ടുടുപ്പാണ് ഇട്ടിരുന്നത്. മമ്മി ചായ ഉണ്ടാക്കുവാൻ വേണ്ടി വെളിയിലേക്ക് പോയ സമയത്ത് ഞാനിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോയി ആ വിളക്കെ കയറി പിടിക്കുവാനിടയായി തീർന്നു. പിടിച്ചു. അത് എന്റെ ഉടുപ്പേല് ആ തീ കയറി പിടിച്ചിട്ട് മമ്മി എന്തോ സ്മെല്ലടിച്ചിട്ട്, എന്തോ ഉരുകി വീഴുന്ന സ്മെല്ലടിച്ചിട്ടാണ് മമ്മി ഓടി വരുവാനിടയായി തീർന്നു. അപ്പോൾ എന്റെ ശരീരത്തിൽ ഈ ഉടുപ്പ് ഉരുകി എന്റെ ശരീരത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലാണ് എന്റെ മാതാവിനെ കാണുവാനിടയായി തീർന്നത്. ഉടനെ തന്നെ മമ്മി ഒരു കുടത്തിലെ വെള്ളം എടുത്ത് എന്റെ ദേഹത്തൂടെ ഒഴിച്ചു. അതിനുശേഷം അവിടെയുള്ള വൈദ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. അങ്ങനെ 2 മാസം എടുത്തു എന്റെ ആ ശരീരത്തിലെ മുറിപ്പാടുകൾ, ആ പൊള്ളലിന്റെ ഭാഗങ്ങൾ കരിയുവാനും. അപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ പറയട്ടെ, അന്ന് പൊള്ളിയ ഒരു പാടുകൾ പോലും ഇന്ന് എന്റെ ശരീരത്തിൽ ഇല്ല. ഹല്ലേലൂയ. എന്റെ നെഞ്ചു മുതൽ എന്റെ ശരീരഭാഗങ്ങൾ പൊള്ളിയതാ. എന്ന കർത്താവ് അവിടെ നിന്നും എന്നെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അങ്ങനെ പലവിധമാകുന്ന പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരെ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. അതിന്റെ നടുവിലെല്ലാം കർത്താവിന്റെ കൃപ കൂടെയിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അതിന് എന്തെല്ലാം തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ നാം കടന്നു പോയെന്ന് വന്നാലും കർത്താവ് നമ്മളെ നടത്തുവാൻ ശക്തനായ ദൈവമാ. അപ്പോൾ തന്നെ എന്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാതാവ് കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് മാതാവ് തിരിച്ചു വരുന്നത്. അങ്ങനെ എന്റെ മാതാവ് ഒത്തിരി കഷ്ടപ്പാടുകളുടെ നടുവിലാണ് ഞങ്ങളെ വളർത്തുവാനിടയായി തീർന്നത്. മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയതിനു ശേഷം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദൈവീയ ഇടപെടലുകള് എന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അതുവരെയും എന്റെ കുഞ്ഞു പ്രായം മുതൽ ദൈവദാസന്മാർ നമ്മുടെ ചർച്ചുകളിൽ വരുമല്ലോ, ദൈവദാസന്മാർ കടന്നു വരുമ്പോൾ ഞാൻ കുഞ്ഞായിരിക്കുന്ന പ്രായം മുതൽ അനേക ദൈവദാസന്മാർ കടന്നു വന്ന് എന്നോട് ആലോചന പറയുമ്പോൾ ഇപ്രകാരം പറയും: ഇവൾ ഒരു ദൈവദാസന്റെ ഭാര്യയായി തീരും, ഇവളൊരു ദൈവനാമത്തിന് വേണ്ടി ഇവൾ പ്രയോജനപ്പെടും എന്നൊക്കെയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും എനിക്ക് അത് ഉൾക്കൊള്ളുവാനോ അത് മനസ്സിലാക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദൈവദാസി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. വഴി യാത്രയിൽ കടന്നു വന്ന ഒരു ദൈവദാസിയാണ്
വിളിച്ചു വന്നത് ഒന്നുമല്ല. ആ ദൈവദാസി വഴിയിൽ കൂടെ പോയപ്പോൾ ഭവനത്തിലേക്ക് കയറണമെന്നൊരു ഉൾവിളി തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ട് അങ്ങനെ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ ദൈവദാസി ഇപ്രകാരം പറഞ്ഞു, ഇവളൊരു കർത്താവിന്റെ വേലയ്ക്കുള്ള കുഞ്ഞാ, ഇവള് കർത്താവിന്റെ വേല ചെയ്യണം, അതാ ദൈവത്തിന്റെ താല്പര്യം, അല്ലാതെ ജോലി സംബന്ധമായി കടന്നു പോകുവാനല്ല ദൈവം ഇവളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പറയുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ അവിടെ ദൈവസന്നിധി സമർപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. പലപ്പോഴും ദൈവാലോചന കേട്ടുവെങ്കിലും പലപ്പോഴും മറുതലിച്ചു പോയ സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടുന്ന പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലരുടെയും സാഹചര്യങ്ങൾ കാണുമ്പോൾ പല ദൈവദാസന്മാരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അവരനുഭവിക്കുന്ന നിന്ദകളൊക്കെയും ഞാൻ കണ്ടു വളർന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും അതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോകുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ന്യൂ ഇന്ത്യ ചിങ്ങവനത്തുള്ള ബെതസ്ത ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. 2005 അവിടെ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം അവിടുത്തെ പഠനകാലം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ചില കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്തെടുക്കുവാനിടയായി തീർന്നു. അതിനു മുമ്പ് നമ്മള് ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ബൈസ്കൂളിലൊക്കെ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെയാണ് അവരെ ബൈസ്കൂളിൽ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നോട് ചോദിക്കുമല്ലോ എന്നുള്ളൊരു ഭയം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുഞ്ഞു പ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ IPC പൂവമല ചർച്ചില് ഞങ്ങൾ വർഷങ്ങളായി അവിടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ വെച്ച് അനേക ദൈവദാസന്മാർ വന്ന് ഉണർവ് മീറ്റിങ്ങുകളും ഉപവാസ പ്രാർത്ഥനകളൊക്കെയും അവിടെ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒന്ന് അഭിഷേകത്താൽ നിറയ്ക്കണം, എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒന്ന് പ്രാപിക്കണം എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയും കരയുകയൊക്കെ ചെയ്തു. എന്നാൽ ഞങ്ങളുടെ ചർച്ചിലുള്ള കുഞ്ഞു പിള്ളേർ വരെ പ്രാപിച്ച് അവർ ആരാധിക്കുമ്പോൾ എനിക്കത് കഴിയാതെ ഞാൻ പലപ്പോഴും വേദനപ്പെട്ട അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിനുശേഷം ഞങ്ങളുടെ ഒരു ക്യാമ്പ് അവിടെ നെല്ലിക്കമണ്ണ് ചർച്ച വെച്ച് നടക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു കാത്തിരിപ്പ് യോഗത്തില് അവിടെ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാനുള്ളവർ മുൻപിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ് യോഗം സംബന്ധിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇങ്ങനെ എല്ലാവരുമുള്ള ആ ക്യാമ്പിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ ദൈവദാസൻ പറഞ്ഞു, ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടെ ഒന്ന് നോക്കാം, ഇനിയെങ്കിലും ആർക്കെങ്കിലും പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം ദൈവസന്നിധി ഇങ്ങനെ ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ എനിക്കിത് ലഭിക്കാത്തത്? അനേകർക്ക് ഈ അഭിഷേകത്തിന്റെ ശക്തി ലഭിച്ചല്ലോ, എനിക്ക് മാത്രം എന്താ ഇത് ലഭിക്കാത്തത്? ഇന്ന് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല ക്യാമ്പ് വിട്ട് എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ നാവ് ചലിക്കുവാൻ തുടങ്ങി. എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു ദൈവശക്തി എന്നിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ എനിക്ക് ഒരു സംശയം, ഇത് അഭിഷേകം തന്നെയാണോ? ഇതെങ്ങനെയാ തിരിച്ചറിയുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ അത്രയും ആ ജനം വരുന്ന ആ സദസ്സിന്റെ നടുവിൽ വെച്ച് നമ്മുടെ ആ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവദാസനെ എന്നെ ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞെ നീ കേറി വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കേറി ചെന്നപ്പോ ആ ദൈവദാസൻ എന്നോട് ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു, നീ സംശയിക്കുക കർത്താവിന്റെ അഭിഷേകത്തെ, നിന്നിലേക്ക് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാ, നീ ആരാധിച്ചോ, ദൈവം നിന്നെ ശ്രേഷ്ഠകരമാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യോസഫിനെ മാനിച്ചതുപോലെ ഞാൻ നിന്നെ മാനിക്കും, നീ അനേകർക്ക് ഒരു മാനപാത്രമായി തീരും എന്ന് പറയുവാനിടയായി തീർന്നു. അന്ന് തുടങ്ങി എന്റെ അഭിഷേകത്തിന്റെ ശക്തി ഞാൻ ജ്വലിപ്പിക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ബൈസ്കൂളിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നത്. അവിടെ വെച്ച് ഞങ്ങൾക്ക് കുറച്ച് സമയങ്ങള് എല്ലാ ദിവസവും അഭിഷേകത്താൽ ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള സാവകാശങ്ങളുണ്ട്. അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ
എപ്പോൾ എനിക്ക് കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ. ആദിമ സമയമല്ലേ, പ്രാപിച്ചു തുടങ്ങിയ സമയമാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കിത് പോരാ, ഇതിൽ നിന്ന് എനിക്കൊരു വർധനവ് എനിക്ക് ആവശ്യമാണ്. അങ്ങനെ ഞാൻ പിന്നെയും ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ദൈവം അവിടെ എന്നെ മാനിക്കുവാൻ ഇടയായി തീർന്നു. അനേക സ്ഥലങ്ങളിലേക്ക് ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്ക് ഒരു വാർഡൻ ഉണ്ടായിരുന്നു, ലീലാമ സൈമൺ എന്ന് പറഞ്ഞ ഒരു ആന്റി ആയിരുന്നു ഞങ്ങളുടെ അവിടുത്തെ വാർഡന്. ആന്റിയുമായിട്ട് ആന്റി എന്നെ കൂട്ടിക്കൊണ്ട് അനേക ഭവനങ്ങളിൽ, അവിടെയുള്ള സമുദായക്കാരുടെ ഭവനങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകുകയും ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അനേക അല്ലെങ്കിൽ ദൈവീയ പ്രവൃത്തികളെ കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അപ്പോൾ തന്നെ അനേകത്തെ ആ ദേശങ്ങളിലൊക്കെയും കടന്നു പോകുവാൻ അവിടെ ടീമായിട്ടാണ് അവിടെ ഓരോ ദേശങ്ങളില് ഞങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അനേക ഭവനങ്ങളിൽ കടന്നു പോകുവാനും സുവിശേഷം അറിയിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ അല്ലെങ്കിൽ നാമത്തിന് വേണ്ടി ഞങ്ങൾ ഈരണ്ടായിട്ട് അവിടുത്തെ മറിയാമ്മേന്റെ ഒരു പ്രത്യേകതയാണ് സഹോദരിമാരെ വളർത്തുക എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എന്നെയും വേറൊരു ചേച്ചിയെയും കൂടെ ആ പറവൂർ എന്ന് പറഞ്ഞ ദേശത്തേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. കുഞ്ഞു പ്രായം 18 വയസ്സായ സമയം. ആ സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ആ ദേശത്ത് കൊണ്ടുപോയി ആ ഒരു റൂമൊക്കെ എടുത്ത് അവിടെ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിന്റെ നടുവിലും കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നു. പലപ്പോഴും ഭയം തോന്നാറുണ്ട്, എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒക്കെ ചെയ്ത് ആ ദേശത്ത് ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം 2007 ജനുവരി 6-ാം തീയതി എന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. വിവാഹം നടക്കുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ മതിയാകുകയുള്ളൂ. നമ്മള് ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പലരുണ്ടല്ലോ, വിവാഹത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലവിധമാകുന്ന അല്ലെങ്കിൽ ഭാരങ്ങളും അപ്പോൾ തന്നെ അല്ലെങ്കിൽ ആകുല ചിന്തകളുമായിട്ടാണ് അനേകർ കടന്നു പോകുന്നത്. എന്നാൽ അല്ലെങ്കിൽ എന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഞാൻ കുഞ്ഞു പ്രായം മുതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, എനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരിക്കണം. അപ്പോൾ തന്നെ സ്വഭാവശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരിക്കണം. അപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്ന നല്ലൊരു കുടുംബത്തിലേക്കായിരിക്കണം കർത്താവിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മുണ്ടക്കയം സ്വദേശിയായ ഞങ്ങളുടെ ഒരു ദൈവദാസൻ റജി വർഗീസ് എന്ന് പറഞ്ഞ ഇപ്പൊ കർത്തസന്നിധി ആയിരിക്കുന്ന ആ ദൈവദാസനും എന്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് എന്നെ പെണ്ണു കാണുവാൻ കടന്നു വരുവാനിടയായി തീർന്നു. അതിനുശേഷം കടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവഹിതമാണെങ്കിൽ മാത്രമേ എന്റെ ഈ വിവാഹം നടക്കാവൂ, ഇത് ദൈവഹിതമല്ലെങ്കിൽ മാറിപ്പോകണം എന്ന് ഞാൻ ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അന്നു മുതൽ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. വിവാഹം നടക്കുന്നതിന്റെ തലേദിവസമേ ഞാൻ ദൈവത്തോട് ചില അടയാളങ്ങൾ ചോദിക്കുവാനിടയായി തീർന്നു. അടയാളങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിരിയായി ഒക്കെയും തോന്നാം, എന്നാൽ ഞാൻ ചോദിച്ച ഒരു അടയാളമുണ്ട്. അന്ന് ദൈവദാസൻ, അതായത് എന്റെ ഹസ്ബൻഡ് സാംസി ഏബ്രഹാം, അന്ന് ഇട്ടോണ്ട് വന്ന ഒരു ഷർട്ടും പാന്റും ഉണ്ട്. ആ പാന്റും ഷർട്ടും ഇട്ടോണ്ട് തന്നെ എനിക്കൊരു ഫോട്ടോ അയച്ചു തരണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്റെ മമ്മി അന്ന് ഗൾഫിലാണ്. മമ്മിക്ക് അത് അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അത് ദൈവഹിതമാണെന്ന് ഞാൻ ഒരു അടയാളമാക്കി ഞാൻ അതിനെ തീർക്കും. ആ ഷർട്ടും പാന്റും മാത്രമായിരിക്കണം ആ ഫോട്ടോയ്ക്കകത്ത് വരേണ്ടത് എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ നിഷ്കളങ്കമായ ഹൃദയത്തിനുള്ളിൽ എനിക്ക് വന്ന ചിന്തയ്ക്കനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചതാ. അതിനുശേഷവും പിന്നെയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, വിവാഹം എന്ന് പറയുന്നത് ജീവിതം മുഴുവൻ നമുക്ക് ജീവിച്ചു തീർക്കേണ്ടതാ. അത് ഹല്ലേലൂയ, ആ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ദൈവഹിത പ്രകാരം മാത്രമായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങളുടെ വിവാഹം 2007 ജനുവരി 6-ാം തീയതി നടക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങള് ആ സമയത്ത് ഹസ്ബൻഡ് തിരുവനന്തപുരത്തുള്ള പെരുങ്കൂർ ചർച്ചില് ശുശ്രൂഷയിലായിരിക്കുകയാണ്. പപ്പ ഞാൻ പോയ കുടുംബം, അതായത് എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിലെ പപ്പയും അവിടുത്തെ ന്യൂ ഇന്ത്യയിലെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. തിരുവനന്തപുരത്ത് സെൻട്രൽ പാസ്റ്ററും
അപ്പോൾ തന്നെ മാതാവുമായിട്ട് അവർ വർഷങ്ങളായി തിരുവനന്തപുരത്ത് അവര് 10-20 വർഷത്തോളമായി അവർ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആ ദേശത്തായിരുന്നു. അങ്ങനെ റാന്നിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നു. തിരുവനന്തപുരത്ത് പപ്പയോട് ഒരുമിച്ച് വട്ടപ്പാറ എന്ന ചർച്ചിൽ ആയിരിക്കുവാനിടയായി തീർന്നു. ഞങ്ങള് പെരുങ്കൂർ എന്ന് പറയുന്നത് വട്ടപ്പാറയിൽ നിന്ന് കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പപ്പയുടെ പാസ്നേജിനകത്താണ് ഞങ്ങൾ കടന്നു ചെന്ന് അവിടെ താമസിച്ചു. അവിടെ നിന്നാണ് ഞങ്ങള് പെരുങ്കൂർ ചർച്ചിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ഞാൻ പോയ ഭവനത്തിനകത്ത് മാതാവും പിതാവും അപ്പോൾ തന്നെ 3 സഹോദരങ്ങളുമുണ്ട്. രണ്ടാമത്തെ സഹോദരൻ സനു, അവൻ UK-യിലായിരിക്കുന്നു. മൂന്നാമത്തെ സഹോദരൻ സൈലസ്, അവൻ തിരുച്ചിയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇളയ സഹോദരൻ സഞ്ജു. അങ്ങനെ 3 ആൺമക്കളുള്ള കുടുംബത്തിലേക്ക് ആണ് ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു നീതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ആൺപിള്ളേരില്ലായിരുന്നു, ആൺകുട്ടികളില്ല. ഞങ്ങള് 3 പെൺകുട്ടികളായിട്ടാണ് ജനിക്കുവാനിടയായി തീർന്നത്. 2 പേരെ ഇപ്പോൾ ഉള്ളെങ്കിലും ഞങ്ങൾ 2 പെൺമക്കളാണ് ഞങ്ങളുടെ ഭവനത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് ആങ്ങളമാരെ വളരെ ഇഷ്ടമായിരുന്നു. ആങ്ങള എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കൊതിയുള്ള ഒരു കാര്യമായിരുന്നു. ആങ്ങള വേണം, ഒരു സംരക്ഷണമാണല്ലോ ആങ്ങള എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഭവനത്തിലേക്ക്, 4 ആൺമക്കളുള്ള ഭവനത്തിലേക്ക് കർത്താവ് എന്നെ വിടുവാനിടയായി തീർന്നു. എന്നെ അവര് മാതാപിതാക്കൾ പൊന്നുപോലെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. ഞങ്ങള് ആ വട്ടപ്പാറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തായിരിക്കുമ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് നമുക്കറിയാമല്ലോ വിരുന്നിന് പോകുന്ന ഒരു ചടങ്ങുണ്ട്. വിരുന്നിന് പോകുന്ന സമയത്ത് ഞങ്ങൾ റാന്നിയിലേക്ക് കടന്നു വന്നു. റാന്നി വന്നപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ എനിക്കറിയാവുന്ന എന്റെ അടുത്ത ഒരു ബന്ധത്തിലുള്ള ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. ചെന്നതിന് ശേഷം ഇങ്ങനെ പതിവായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, വിശേഷം എന്തായി, കല്യാണം കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ എന്നോട് എന്റെ ഒരു ബന്ധുവായിരുന്ന ഒരു ആന്റി എന്നോട് ചോദിച്ചു, വിശേഷം വല്ലതുമായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ആന്റി എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ ഭവനക്കാരെയും എന്റെ ഭവനക്കാരെയും നന്നായിട്ട് അറിയാവുന്ന ഈ ആന്റി എന്റെ ഹസ്ബൻഡിനെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഹസ്ബൻഡിന്റെ മാതാപിതാക്കൾക്ക് സുവിശേഷ വേലയിൽ ഒറ്റയ്ക്ക് എന്റെ പിതാവ് ജ്ഞാനായ സമുദായത്തിൽ നിന്ന് ഹസ്ബൻഡിന്റെ പിതാവ് ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. വളരെ നിന്ദകളും അപമാനങ്ങളിൽ കൂടെ താൻ കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഏകനായി ഈ ദേശത്ത് നിന്ന്, ഐത്തല ദേശത്ത് നിന്ന് ഏകനായി ആദ്യമായി ആ സമയങ്ങളിൽ ഇറങ്ങിത്തിരിച്ചതാണ്. അതിനുശേഷം കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവർ വർഷങ്ങളായി കർത്താവിന്റെ വേല ചെയ്യുകയാണ്. എന്ന 10 വർഷങ്ങൾ അവർക്ക് തലമുറയില്ലാതെ ഭാരപ്പെട്ടു. അതിനുശേഷമാണ് എന്റെ ഹസ്ബൻഡ് ആദ്യജാതനായി ഉണ്ടാകുവാനിടയായി തീർന്നത്. അന്ന് പപ്പ എടുത്ത ഒരു തീരുമാനമുണ്ട്, എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്നു കൊള്ളാമെന്ന്. അങ്ങനെ നേർന്ന ദൈവത്താൽ നേർച്ചപ്പെട്ട ഒരു ദൈവദാസനാണ് എന്റെ ഹസ്ബൻഡ്. അങ്ങനെയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാര്യങ്ങളും അപ്പോൾ തന്നെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളും ഒത്തിരി അത്ഭുതകരമായിട്ടാണ് ദൈവം ഞങ്ങളെ രണ്ടുപേരെയും നടത്തുവാനിടയായി തീർന്നത്. അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അവന് ഒരിക്കലും ഒരു കുഞ്ഞൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചെവിയിൽ കേൾക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ കടന്ന് വട്ടപ്പാറയിലേക്ക് കടന്നു പോയി. അധിക മാസങ്ങളൊന്നും ആയില്ല. അതിനുശേഷം എനിക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ട് SUT ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ കൊണ്ട് ഞാൻ ഇങ്ങനെ പരിശോധിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും തലമുറകളിൽ ഇല്ലാത്തവരില്ല, എല്ലാവർക്കും തലമുറകളുള്ളവരെ എന്റെ വീട്ടില്. എന്റെ ഹസ്ബൻഡിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. 10 വർഷത്തിന് ശേഷമാണ് ഹസ്ബൻഡ് ഉണ്ടാകുവാനിടയായി തീർന്നു. അതിനുശേഷം 3 തലമുറകളെ കൂടെ കർത്താവ് ആ മാതാപിതാക്കൾക്ക് കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പരിശോധിക്കുവാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു മേശയ്ക്കും ഒരു ടേബിളിനും ചുറ്റും ഡോക്ടേഴ്സ് ഇരിക്കുക. അവിടെ മൊത്തത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു 5-6 ഡോക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു ഡോക്ടർ എന്നെ ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. 19 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങി എന്നോട് പറയുന്ന ഒരു വാക്കാണ്,
നിനക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന്. അന്നേരം എന്റെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ പിതാവ് വരും. വളരെ സ്നേഹമാണ്. ആദ്യമായിട്ട് ഒരു പെൺകൊച്ച് വീട്ടിലേക്ക് ചെന്നതല്ലേ, 4 ആൺമക്കൾ ഉള്ളിടത്ത്. അങ്ങനെ പപ്പയും അന്ന് ഹോസ്പിറ്റലിൽ കടന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എന്നെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഹസ്ബൻഡിനെയോ പപ്പയോ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഒരു വേദന എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ ഡോക്ടർ അത്രമാത്രം പരിഹാസത്തോടാണ് എന്നോട് പറയുവാനിടയായി തീർന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ പരിശോധിച്ചിട്ടാ അവര് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനോട് അന്നേരം ഒന്നും പറഞ്ഞില്ല. കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല, പിതാവും ഉണ്ട്. അങ്ങനെ ഭവനത്തിൽ ഞങ്ങൾ കടന്നു വന്നു. ഭവനത്തിൽ കടന്നു വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ കിടക്കുന്ന സമയമായപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, രാത്രിയായപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നാ എന്നോട് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല, നമ്മുടെ ദൈവത്താൽ സകലവും സാധ്യമാ. ഡോക്ടേഴ്സ് പലതും പറയും, നമുക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എന്നാൽ അതൊന്നും എനിക്കൊരു ആശ്വാസമായി തോന്നിയില്ല. അന്നു മുതൽ എനിക്ക് വളരെ ഭാരമുണ്ടാകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അവിടെ ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെയും പിതാവ് എടുത്ത് ലാളിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ഞങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത വല്യപ്പച്ചനൊന്ന് എടുക്കുവാനോ അല്ലെങ്കിൽ പപ്പയ്ക്കൊന്ന് ലാളിക്കുവാനോ കഴിയത്തില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചു. എന്നാൽ ആ സാഹചര്യങ്ങളുടെ നടുവിൽ എന്നോട് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എടുത്ത ഒരു തീരുമാനമുണ്ട്, ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ എടുത്ത ഒരു തീരുമാനമുണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞു, എല്ലാ വ്യാഴാഴ്ചയും വീട്ടുകാരറിയണ്ട, മാതാപിതാക്കളൊന്നും ഇത് അറിയുന്നില്ല, സഹോദരങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്ലെങ്കിൽ പുറത്തോട്ട് ശബ്ദം കേൾക്കലില്ലല്ലോ, അതുകൊണ്ട് കട്ടില് രണ്ടുപേരും കൈ കോർത്തു പിടിച്ചുകൊണ്ട് സങ്കടത്തോട് ദൈവസന്നിധി കരയുവാനിടയായി തീർന്നു. പാരമ്പര്യ ശക്തികൾ പുറകിലുണ്ട്. അല്ലെങ്കിൽ പിതാവിന് 10 വർഷത്തിന് ശേഷമാണ് തലമുറകൾ ഉണ്ടായത്. വളരെ നിന്ദകൾ കേട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ കർത്താവേ, നീ ഒരു അടയാളം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാം വ്യാഴാഴ്ചയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹല്ലേലൂയ കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന അധികം നാൾ നീണ്ടു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവത്തിന് മനസ്സിലായി 10 വർഷമോ അല്ലെങ്കിൽ 9 വർഷമോ 8 വർഷമോ ഒക്കെ നീട്ടിക്കൊണ്ടുപോയാൽ അല്ലെങ്കിൽ വളരെ ഹല്ലേലൂയ സിറ്റുവേഷൻ മോശമാകുമെന്ന് ദൈവത്തിന് തന്നെ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ ചിലർക്ക് സഹനശേഷി കുറവാണല്ലോ. ചിലത് ഹല്ലേലൂയ നമ്മൾ വിശ്വാസത്തിൽ പലപ്പോഴും വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും പലപ്പോഴും അവിശ്വാസം നമ്മുടെ ഉള്ളിൽ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞാനിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെ വട്ടപ്പാറയ്ക്ക് അടുത്ത ഒരു ഷാരോൺ ചർച്ച് ഉണ്ട്. ആ ഷാരോൺ ചർച്ചില് ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അങ്ങനെ എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും ഞാൻ പോകും. അല്ലാത്ത സ്ഥലങ്ങളിൽ വിളിച്ചാൽ ഞാൻ പോകത്തില്ല, എനിക്ക് താല്പര്യമില്ല. എന്റെ മനസ്സിൽ മുഴുവൻ ഈ വേദന കിടക്കുകയാ. എനിക്കൊരു കുഞ്ഞുണ്ടാകത്തില്ലല്ലോ, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ വേറെ എങ്ങും പോകത്തില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുവാൻ വേണ്ടി എല്ലാ ദിവസവും അവിടുന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടത്തെ കുറ്റിക്കാടുകൾ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കയറിയിട്ട് വീട്ടിൽ ഇരുന്ന് അലമുറയിട്ട് കരയാൻ പറ്റത്തില്ലല്ലോ. അന്നേരം അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഞാൻ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ പറയും, കർത്താവേ, ഞാൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുക. അന്നേരം ദൈവദാസന്മാരിൽ കൂടെ എനിക്കൊരു ആലോചന ദൈവം തരണം, എനിക്കൊരു തലമുറ ഉണ്ടാകുമെന്ന് കേൾക്കണം, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്നും ആഗ്രഹത്തോടാണ് ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഈ ദിവസങ്ങളിലെല്ലാം 21 ദിവസത്തിന്റെ ഉപവാസ പ്രാർത്ഥനയില് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഓരോ ദിവസവും പോകുമ്പോൾ മിക്ക ദിവസവും ഹസ്ബൻഡും കാണും, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കാം. അങ്ങനെ പോകുന്ന ഒരു ദിവസം ഞങ്ങള് 20ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, ശരിക്കും ഓർക്കുന്നില്ല. അന്ന് ഒരു ദിവസം തൃശ്ശൂരുകാരൻ ഒരു ദൈവദാസൻ ആ സഭയ്ക്കകത്ത് കടന്നു വന്നു. അങ്ങനെ ആ ദൈവദാസൻ ഇങ്ങനെ ആലോചന പറയുന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ട് ഇങ്ങനെ ചെവിയില്ല ദൂത് പറയുന്നത്. അങ്ങനെ ദൂത് പറയുന്ന സന്ദർഭങ്ങളിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാൻ കൃപാവരത്താൽ നിറയ്ക്കും, നീ ഒരു പ്രവചന ആത്മാവിനാൽ ദൈവം നിന്നെ നിറയ്ക്കും എന്നാ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്നും ഇത് തന്നെയാണോ കേൾപ്പിക്കുന്നത്? എനിക്ക് ശുശ്രൂഷയുടെ കാര്യമല്ല കേൾക്കേണ്ടത്, എനിക്ക് ഇപ്പോൾ വേണ്ടത് എനിക്കൊരു തലമുറയാ, അത് എനിക്ക് കേട്ടാൽ മതി, എനിക്ക് ശുശ്രൂഷയുടെ കാര്യം ഒന്നും ഇപ്പൊ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം എന്റെ ഹസ്ബൻഡിന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട്
ഇപ്രകാരം ആ ദൈവദാസന് ഒരു ദൂത് പറയുവാൻ ഇടയായി തീർന്നു. അബ്രഹാമിന് ഞാൻ സന്തതിയെ തന്നതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും, നിന്റെ സന്തതി നിന്നോട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യും എന്നിങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം പോരുമ്പോ നമ്മൾ അറിയാമല്ലോ, നമ്മള് ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണല്ലോ നമ്മൾ പരസ്പരം ഇങ്ങനെ സംസാരിക്കുമല്ലോ. അന്നേരം ഞാൻ ഇങ്ങനെ ചോദിച്ചു, സാജാസനോട് എന്നാ ആ ദേവദാസൻ ഇങ്ങനെ ദൂതായിട്ട് പറഞ്ഞത്? അന്നേരം എന്നോട് പറഞ്ഞു, എടി എന്നോട് പറഞ്ഞ ദൂത് ഇതാ, അബ്രഹാമിന് സന്തതിയെ തന്നതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും, ഞാൻ നിന്റെ സന്തതിയോട് കൂടെ നീ ശുശ്രൂഷ ചെയ്യും എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല ചുമ്മാതെ പറയൂ, എന്നെ ആശ്വസിപ്പിക്കുവാൻ പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയാണ് തലമുറയില്ലാതെ വരുമ്പോൾ വളരെ വേദനപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നോടല്ലേ പറയേണ്ടത്, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, ഇല്ലടി ഞാൻ കള്ളത്തരം പറയത്തില്ലെന്ന് നിനക്കറിയത്തില്ലേ, എന്നോട് പറഞ്ഞത് ഇപ്രകാരമോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ദൂത് കേട്ടിട്ട് തിരിച്ച് ഞങ്ങൾ പിന്നെയും ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഭവനത്തിൽ കടന്നു വന്നിട്ട് ഞങ്ങൾ പിന്നെയും ദൈവസന്നിധിയിൽ ആ ദൂത് വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് പറഞ്ഞ ആ ദൂത് 1 മാസം പിന്നിട്ടപ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. അതും വലിയൊരു സാക്ഷ്യമാണ്. അന്ന് പെരുങ്കൂർ ചർച്ചിലാണ് എന്റെ ഹസ്ബൻഡ് ശുശ്രൂഷിക്കുന്നത്. ഹസ്ബൻഡിന്റെ പപ്പ ശുശ്രൂഷിക്കുന്ന വട്ടപ്പാറ ചർച്ചിലാണ്. അന്നേരം ഈ വട്ടപ്പാറ ചർച്ചിൽ ഞങ്ങളുടെ പപ്പ ശുശ്രൂഷിക്കുമ്പോൾ പറയുന്ന വേദഭാഗ്യം, അബ്രഹാമിനും സാറയ്ക്കും ദൈവം തലമുറയെ കൊടുക്കുന്നതാണ്. അപ്പോൾ തന്നെ മകൻ പെരുങ്കൂർ ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് പ്രസംഗിക്കുന്ന വിഷയവും ഇതേ വിഷയം തന്നെ. ഇവരപ്പോലും അറിഞ്ഞിട്ടില്ല ഈ വിഷയം തന്നെയാ പ്രസംഗിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ പെരുങ്കൂർ ചർച്ചിൽ പോയില്ല, ഞാൻ വട്ടപ്പാറ ചർച്ചിലാണ് ആയിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോ എന്നെ അവിടെ ഇരുത്തുന്നില്ല, എനിക്ക് മനസ്സിന് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. പെട്ടെന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ 2 പോസിറ്റീവ് വരാ. എനിക്ക് ഇരിക്കണോ നിക്കണോ എന്നറിയത്തില്ല. ആകെപ്പാട് പ്രാർത്ഥന കഴിഞ്ഞിട്ടുമില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ മാതാവിനെ ആ ചർച്ചയിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മമ്മി എനിക്ക് വിശേഷമുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു. അതുവരെയും എന്റെ ഹസ്ബൻഡ് പുറത്തു പോയാൽ ഞാൻ അല്ലെങ്കിൽ പുറത്ത് പ്രത്യക്ഷപ്പെടത്തില്ല, ഞാൻ എപ്പോഴും അകത്തിരിക്കും. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ വേദനയുടെ നാളുകളില് ഞാൻ ആരും അറിയാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ റൂമിനകത്ത് കുറ്റിയിട്ടിട്ട് ഞാൻ ഉരുണ്ട് കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കൊരു തലമുറയില്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഒരു അപമാനമായി തീരും. ഞങ്ങളോട് മറ്റുള്ളവർ ചോദിക്കും, നിങ്ങൾക്കൊരു തലമുറയില്ലേ, നിങ്ങൾ പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഉരുണ്ടുപോലും കരഞ്ഞു പോയ സന്ദർഭങ്ങൾ അത് ഞാൻ പറയട്ടെ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമുക്ക് വേദന വരുമ്പോൾ, നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ഏത് വിധേനയും നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കും. അതെങ്ങനെ വേണേലും നമ്മൾ പ്രാർത്ഥിക്കും. മുട്ടാലിരുന്നാണെങ്കിലും ഉരുട്ടാണെങ്കിലും ദൈവസന്നിധി കരഞ്ഞാണെങ്കിലും നമ്മൾ എങ്ങനെ വേണേലും ദൈവസന്നിധി നിലവിളിക്കും. അങ്ങനെ നിലവിട്ട ഒരു സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാ ഇതൊക്കെ. അപ്പോൾ തന്നെ ഞാൻ പൊട്ടിയ പോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കും. അന്നൊക്കെ എനിക്ക് പടം വരയ്ക്കാനുള്ള കൃപ ദൈവം എന്റെ കുഞ്ഞു നാളുകളിൽ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു കുഞ്ഞിന്റെ പടം വരച്ചിട്ട് അതേ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോരുത്തരുടെ വിശ്വാസം ഓരോ തലത്തിലല്ലേ. എന്റെ വിശ്വാസം അങ്ങനെ ആയിരുന്നു. ഞാൻ അങ്ങനെ ആ പേപ്പറില് പടം വരച്ചിട്ട് ആരും കാണാതെ ഞാൻ ആ പടത്തെ വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ പറയും, കർത്താവേ എനിക്കൊരു തലമുറയെ തരണം, എനിക്കൊരു തലമുറയെ തന്നേ മതിയാകുകയുള്ളൂ. അങ്ങനെ പറഞ്ഞതിന്റെ റിസൾട്ട് കർത്താവ് വചനം വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തികരണത്തിന്റെ സമയമായപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. ഡോക്ടേഴ്സ് എന്തും പറഞ്ഞു കൊള്ളട്ടെ, വൈദ്യന്മാർ എന്തും പറഞ്ഞു കൊള്ളട്ടെ, ദൈവത്താൽ കഴിയാത്തതായ ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവത്താൽ സാധിക്കാത്തതായ ഒരു കാര്യമില്ല. അല്ല പ്രിയ പ്രേക്ഷകരെ, എന്നെ കേൾക്കുന്ന പലർക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനേക തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം. അവരോട് പറയേണ്ട ഒറ്റ ഒരു ദൂത് എന്റെ ജീവിതാനുഭവത്തിൽ കൂടെ ഞാൻ പറയട്ടെ, കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല. അല്ലെങ്കിൽ പലരും 1 മാസം കഴിയുമ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്, എന്നാൽ ഞാൻ 1 മാസത്തിന് മുമ്പേ പ്രഗ്നന്റ് ആണെന്ന് അറിയുവാനിടയായി തീർന്നു. കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തന. അങ്ങനെ അന്ന് ഹല്ലേലൂയ, അത് നമ്മള് ദൈവമക്കളാന്ന് പറഞ്ഞാൽ പലപ്പോഴും അവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അന്നേരം എനിക്കിത് 2 പോസിറ്റീവ് വര കണ്ടിട്ടും ഞാനിങ്ങനെ ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിലും പിന്നെ ഒരു മനസ്സിനൊരു ഭാരം.
ഉണ്ടോ, ഇനി ചുമ്മാതാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ അന്ന് ഹസ്ബൻഡ് കടന്നു വരുമ്പോ ഞാൻ പുറത്ത് നിൽക്കുക, ചിരിച്ചോണ്ട് നിൽക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങള് പല മെഡിക്കൽ സ്റ്റോറിൽ കടന്നു ചെന്നു. എന്നിട്ട് ആ ടെസ്റ്റ് ചെയ്യുന്ന 2-3 സാധനങ്ങൾ കൂടെ മേടിച്ചു. എന്നിട്ട് പിന്നെയും വന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെയും വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വരെ തന്നെയാ. അതിനുശേഷം റിംസ് എന്നും പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തുണ്ട്. അവിടെ ഞാൻ കടന്നുപോയി. അവിടെ കടന്നുപോയിട്ട് അവിടെ ആ ഡോക്ടർ എന്നെ ഇങ്ങനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, തലമുറയുണ്ട്, ഉദരത്തിൽ ഉരുവായിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാനിടയായി തീർന്നു. അപ്പോഴാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുവാനിടയായി തീർന്നത്. നമ്മൾ പലപ്പോഴും വചനത്തെ വിശ്വസിക്കുന്നവരാ എന്ന പല സിറ്റുവേഷനുകളിൽ നമുക്ക് പലതും അതേപോലെ അതിപ്രകാരം വിശ്വസിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് നിമിത്തമല്ല കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരാകുമ്പോൾ ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവമായി എന്ന എന്റെ ജീവിതാനുഭവങ്ങൾ എനിക്ക് രുചിച്ചറിയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നാമതായി ആദ്യമായി ഞങ്ങൾക്ക് തലമുറ 2008 മാർച്ച് 3-ാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായി തരുവാനിടയായി തീർന്നു. ദൈവം അവളെ അത്ഭുതകരമാക്കി ദൈവങ്ങളെ തീർക്കുവാനിടയായി തീർന്നു. ദൈവം അവളെ സഹായിച്ചു. നല്ല ബുദ്ധിയുള്ള ഒരു കുഞ്ഞാക്കി കർത്താവളെ തീർത്തു. നല്ല രീതിയിൽ പഠിക്കുവാൻ കർത്താവളെ സഹായിച്ചു. 10ാം ക്ലാസ്സിലും +1-ലൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കുവാനൊക്കെയും കർത്താവ് സഹായിച്ചു. അവിടെ ഓരോ ബാല്യകാലങ്ങളിലും അവിടെ ആവശ്യങ്ങളുടെ നടുവിലെല്ലാം കർത്താവ് മതിയായവനായി കൂടെയിരുന്നു. അതൊക്കെ പറയുമ്പോൾ എവിടെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രമാത്രം അത്ഭുതങ്ങളിൽ കൂടെയാണ് കർത്താവ് ഞങ്ങളെ നടത്തുവാനിടയായി തീർന്നത്. അതിനുശേഷം പെരുങ്കൂർ എന്ന് പറഞ്ഞ ചർച്ചിലേക്ക് ഞങ്ങള് 2008 ഏപ്രിൽ മാസം ട്രാൻസ്ഫർ ആയി ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ കടന്നു വന്നതിന് ശേഷമാണ് 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമായി മൂത്ത പൈതലുമായിട്ടാണ് ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നത്. അതിനുശേഷം അവിടെ വെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് 2ാമത്തെ തലമുറകൾ ഉരുവാകുവാനിടയായി തീർന്നത്. 2011 നവംബർ 15-ാം തീയതി ദൈവം 2 തലമുറകളെ കൂടെ കർത്താവ് ദാനമായി തരുവാനിടയായി തീർന്നു. അതും ഒരു അത്ഭുതമാണ്. അവരുടെ വളർച്ചയും അവരുടെ ജനനവും ഒക്കെ ഒരു അത്ഭുതമാണ്. ഞാൻ ഈ റാന്നിയുടെ ദേശത്ത് ഞാൻ ആയിരിക്കുമ്പോൾ അവിടെ കുറച്ചു സമയങ്ങളില് ഞങ്ങള് റാന്നി വീട്ടിൽ വന്ന് താമസിക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിന്റെ പെരുന്തുരുത്തി ചർച്ചിന്റെ അവിടുത്തെ ചർച്ചിന്റെ സ്ഥലം അവിടുത്തെ ചർച്ചിന്റെ പണിയോടുള്ള ബന്ധത്തിൽ ഞങ്ങള് റാന്നി വന്ന് താമസിക്കുവാനിടയായി തീർന്നു. അങ്ങനെ മേനാന്തോട്ടം എന്ന ഹോസ്പിറ്റലിലാണ് എന്നെ കാണിക്കുവാനിടയായി തീർന്നത്. 1-ാം മാസം ആദ്യത്തെ മാസം തന്നെ ഞാൻ എന്റെ വയറ്റിൽ ജനിക്കുന്നത് ട്വിൻസ് ആണെന്ന് അറിയുവാനിടയായി തീർന്നു. അങ്ങനെ അവരുടെ ഓരോ വളർച്ചയിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. അത് പുറത്തു വരുന്ന സമയമായപ്പോൾ ഒരു 8-ാം മാസം തുടങ്ങി. 8-ാം മാസം ആയപ്പോഴത്തേന് എനിക്ക് വളരെ പ്രതിസന്ധി ഉണ്ടാകുവാനിടയായി തീർന്നു. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ബ്രസ്റ്റേ കൂടെ പാലൊഴുകുന്ന ഒരു അനുഭവം. അത് ഡോക്ടർമാർ പറയുന്നത് അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എന്നെ പെട്ടെന്ന് ഈ മേനാന്തോട്ട ഹോസ്പിറ്റലിൽ നിന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക്, തിരുവല്ലായിലുള്ള പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് 8-ാം മാസത്തില് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. രാത്രി 12 മണിയോടുള്ള ആ സമയത്ത് എന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് അർജന്റ് ആക്കി അവർ സീരിയസ് ആയിട്ടാണ് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നത്. അവിടത്തെയും കർത്താവിന്റെ പ്രത്യേക പരിപാലനം എനിക്ക് തിരിച്ചറിയുവാനിടയായി തീർന്നു. എന്നെ നോക്കിയ ഈ മേനാന്തോട്ടത്തെ നോക്കിയ ഡോക്ടറിന്റെ മരുമകനും മകളും ഈ പുഷ്പഗിരിയിലെ ഡോക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ അവർക്കൊരു ലെറ്റർ ഒക്കെ തന്നാണ് ആ ഡോക്ടർ വിടുവാനിടയായി തീർന്നത്. മേനാന്തോട്ട ഹോസ്പിറ്റലിൽ അതിനുള്ള സജ്ജീകരണം ഇല്ലാത്തത് കൊണ്ട് 8-ാം മാസത്തെ കുഞ്ഞുങ്ങൾ പിറന്നു കഴിഞ്ഞാൽ അതിനുള്ള സജ്ജീകരണം ഇല്ലാത്തത് കൊണ്ട് പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം എന്നെ ഓപ്പറേഷൻ നടക്കുവാനിടയായി തീർന്നു. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് കർത്താവ് അതിനു മുമ്പ് തന്നെ അനേക ആലോചനകൾ ഞങ്ങളോടുണ്ടായിരുന്നു. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒന്ന് ഞാൻ കുഞ്ഞുങ്ങൾ ആ 2 നിലവാരത്തില്
ഈ ലോകത്തിൽ നിന്ന് ഒന്നി ഞാൻ മാറ്റപ്പെടും, അല്ലെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടും. ആ ഒരു രീതിയിലായിരുന്നു ആ സമയത്തെയൊക്കെ അവസ്ഥകള്. എന്ന കർത്താവ് അനേക പാവം പിടിച്ച ദൈവ മക്കളുടെ അവിടെ പെരുങ്കൂരത്തെ ചർച്ചിലുള്ള ദൈവമക്കളുടെ അപ്പോൾ തന്നെ എന്നെ അറിയാവുന്ന പ്രിയപ്പെട്ടവരൊക്കെ ബന്ധുമിത്രാദികളും സഹോദരങ്ങളും എല്ലാം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അങ്ങനെ 2011 നവംബർ 15 ഒരു 10:35 എന്നെ ഓപ്പറേഷൻ ചെയ്യുവാനിടയായി തീർന്നു. ഓപ്പറേഷൻ ചെയ്തത് ഫുൾ അനസ്തേഷ്യ തന്നാണ് എന്നെ മയക്കുവാനിടയായി തീർന്നത്. അങ്ങനെ മയക്കിയതിനു ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബോധം തെളിയാത്ത ഒരു ബുദ്ധിമുട്ട് കടന്നു വരുവാനിടയായി തീർന്നു. അല്പസമയങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് കുറെ സമയം കഴിഞ്ഞാണ് എനിക്ക് ബോധം തിരിച്ചു കിട്ടുവാനിടയായി തീർന്നത്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളുടെ ജന്മം എന്ന് പറയുന്നത് വളരെ ഒരു അത്ഭുതമായിരുന്നു. മകന് 200 അപ്പോൾ തന്നെ മകൾക്ക് 1,400 ഉള്ളായിരുന്നു. അങ്ങനെ ആ പെൺകുഞ്ഞ് ഹല്ലേലൂയ വളരെ അവളെ കണ്ടാൽ തന്നെ നമുക്ക് സഹിക്കത്തില്ല, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ അസ്ഥികൂടം പോലെ, അസ്ഥികൂടം എന്ന് പറയാം, അത്രയ്ക്ക് ക്ഷീണിച്ച ഒരു കുഞ്ഞ്. അവൾക്ക് നേരിട്ട് നമുക്ക് പാല് കൊടുക്കുവാൻ കഴിയത്തില്ല. ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ NSC കടന്നു വന്നിട്ട് പാല് പിഴിഞ്ഞ് ഒരു പാത്രത്തിലാക്കി അവർക്ക് കൊടുക്കണം. അതിനുശേഷമാണ് അവര് കുഞ്ഞിന് പാല് നേരിട്ട് കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് കുഞ്ഞിന് അവര് പാൽ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവളെ അങ്ങനെ പാല് ഡോക്ടർ എന്നോട് പറഞ്ഞു, അവൾക്ക് 200 ആകാതെ ഈ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ കഴിയത്തില്ല. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാനിങ്ങനെ ഈ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആ വയറോട് കൂടെ നിലത്തിരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ ഹസ്ബൻഡ് ഒരു ദൈവദാസനാണ്, എന്റെ കാര്യങ്ങളെല്ലാം എന്റെ കർത്താവിനറിയാം, എനിക്ക് സഹായിപ്പാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. സമയത്തിന് ഹല്ലേലൂയ എന്റെ ഡെലിവറി നടക്കണം, യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാകരുത്, യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകരുത് എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അറിയാമല്ലോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അനവിധമാകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളൊക്കെ എന്നെ സഹായിച്ചു, എന്റെ അനിയന്മാരൊക്കെ എന്നെ സഹായിച്ചു. അങ്ങനെ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്റെ ഈ കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞു 200 ആകാതെ വീട്ടിൽ വിടത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡോക്ടറെ, അവളെ കർത്താവ് എനിക്ക് തന്നതാ, എന്റെ തലമുറകളെ എനിക്ക് കർത്താവ് തന്നതാ, എനിക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് എനിക്ക് തന്ന തലമുറയാ. അങ്ങനെയെങ്കിൽ കർത്താവ് അവളെ വിടുവിക്കും, കർത്താവ് അവളെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം അവളെ തീർക്കും എന്ന് ഞാൻ ഇങ്ങനെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അന്നേരം ഡോക്ടർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ തനിക്ക് വീട്ടിൽ അങ്ങ് പ്രസവിച്ചോ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിച്ച, സ്നേഹത്തിന്റെ പുറത്ത് ചോദിച്ചതാ. എന്നോട് എന്തും പറയാനുള്ള, എനിക്കും തിരിച്ചു പറയാനുള്ള ഒരു സാവകാശം ഉള്ളത് കൊണ്ട് ആ ഡോക്ടർ എന്നോട് അങ്ങനെ ചോദിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അന്ന് തന്നെ 15 ദിവസം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടക്കുവാനിടയായി തീർന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ ഇറങ്ങി NSC കടന്നു വരണം. ലിഫ്റ്റ് കയറിയാ വരുന്നതെങ്കിലും ഫുൾ ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ്. തലയിറക്കത്തിന്റെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ പിറ്റേ ദിവസം മുതൽ ഞാൻ എഴുന്നേറ്റ് നടക്കുവാനും ഓരോ മണിക്കൂർ ഇടവിട്ട് ഹല്ലേലൂയ NSCക്കകത്ത് കടന്നു വരുവാനും കർത്താവ് എന്നെ സഹായിച്ചു. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പലരും കടന്നു പോകുമ്പോ അവരൊക്കെ എന്നെ ഒരു അത്ഭുതകരമായി നോക്കിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് പലരും ചോദിച്ചു, എങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്? എന്നാൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് അതിനെല്ലാം എനിക്ക് ദൈവം കൃപ തന്നു. അല്ലെങ്കിൽ അധികം പ്രായമൊന്നും ആ സമയത്തും ഇല്ല, 23 വയസ്സേ ഉള്ളൂ. എന്ന് കർത്താവ് അല്ലെങ്കിൽ എല്ലാത്തിനുമുള്ള കൃപ ദൈവം തന്നു. ദൈവം എന്നെ പരിപാലിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും ആ സമയത്ത് ഹസ്ബൻഡ് ആണേലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചു. എനിക്കറിയാം, പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഹസ്ബൻഡ് ആ സമയത്തൊക്കെ ഒത്തിരി വേദനകൾ കൂടെ കടന്നുപോയി. ഞങ്ങളെ കുഞ്ഞിനെ കാണിക്കുവാൻ വേണ്ടി അവർ പല സമയത്താ കയറ്റുന്നത്. നമ്മളെപ്പോഴും ഒന്നും കുഞ്ഞിനെ കയറ്റി കാണിക്കത്തില്ല. അങ്ങനെ കുഞ്ഞിനെ കയറ്റി കാണിക്കുന്ന ഒരു സമയത്ത് എന്റെ ഹസ്ബൻഡ് ഈ പ്രകാരം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ ഞങ്ങൾക്ക് തരുമെങ്കിൽ ആയുസോടെ തരണം, ആരോഗ്യത്തോടെ ദൈവം തരണം, ഇല്ല എങ്കിൽ ഈ കുഞ്ഞിനെ അങ്ങ് എടുത്തോണം. എന്ന് വെച്ചാൽ ആ കുഞ്ഞിന്റെ കിടപ്പ് അത്രമാത്രം പ്രതിസന്ധികൾ കൂടെയാ.
അവിടുന്ന് മൂക്കിന്നും വായിന്നും വരെ ട്യൂബും ഇട്ട് അവിടെ കൈകാലുകൾ കൂടെ എല്ലാം ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് അതിലെ കൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ചെറുതായിട്ട് ലീക്ക് ആകുന്ന ഒരു അനുഭവം. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുവാൻ കഴിയാതെ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ തരുവാണെങ്കിൽ നന്നായിട്ട് ഞങ്ങൾക്ക് തരണം, ഇല്ലെങ്കിൽ എന്റെ അപ്പൻ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞു. അത്രമാത്രം അവിടെ ആ വിഷമഘട്ടം കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുവാനിടയായി തീർന്നത്. എന്നാൽ അല്ലെങ്കിൽ ഈ ഡോക്ടറോട് ഞാൻ ഇങ്ങനെ വാദിച്ചു, ഡോക്ടറെ എനിക്ക് വീട്ടിൽ പോകണം. 15 ദിവസം കിടന്നപ്പോ തന്നെ 50,000 രൂപ ഞങ്ങൾക്ക് ബില്ലായി. അപ്പോൾ ഡോക്ടറെ ഇനി ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഇനി വരുമ്പോ ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ ആയിട്ട് കടന്നു വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, എന്റെ കർത്താവ് അങ്ങനെ ഒന്നും ഇടയാക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, നേരിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ആ ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുഞ്ഞിന് നേരിട്ട് പാല് കൊടുത്തു നോക്കി. ഞാൻ നോക്കിയപ്പോ കുഞ്ഞ് നന്നായിട്ട് വലിച്ചു കുടിക്കുന്നുണ്ട്. അവൾക്ക് ആരോഗ്യമില്ലെങ്കിലോ അവള് നന്നായി പാല് വലിച്ചു കുടിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ വളർച്ചയില് അപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു, കുഞ്ഞിനെ അവർ കുളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് നല്ല രീതിയിൽ കുളിപ്പിച്ച് എടുത്തു. അവൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയാണ്. കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സഹായിച്ചു. പുഷ്ടിയും ആരോഗ്യവും ബലവും എല്ലാം കർത്താവ് കൊടുത്ത് അവരുടെ ഓരോ വളർച്ചയിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ ഏത് വിഷയം വെക്കുന്നുവോ ആ വിഷയത്തിന് നടുവിൽ നമ്മുടെ ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. നമുക്ക് അസാധ്യമെന്ന് പലപ്പോഴും നാം ചിന്തിക്കാം. എന്ന് കർത്താവ് ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ തലമുറയില്ലാത്ത വിഷയം കടന്നു വന്നത് നിമിത്തം എനിക്കറിയാം തലമുറയില്ലാത്തവരുടെ വേദന എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരുടെ വിഷയങ്ങള് അന്ന് മുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ പറയട്ടെ, ഞങ്ങൾ പെരുങ്കൂർ ചർച്ചയിൽ നിന്ന് തെങ്ങീലി എന്ന് പറഞ്ഞ ചർച്ചിലേക്ക് ഞങ്ങൾ കടന്നു പോകുവാനിടയായി തീർന്നു. 2015 ഞങ്ങള് ഏപ്രിൽ മാസം തെങ്ങേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നുപോയി. പെരുന്തുരുത്തി എന്ന ചർച്ചിലെ 7 വർഷക്കാലം കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം 2015 ഏപ്രിൽ മാസം തെങ്ങേലി കടന്നു ചെന്നപ്പോൾ അവിടെ ദൈവം ഒത്തിരി അത്ഭുതങ്ങളാ ദൈവം നിറയ്ക്കുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് അതിൽ വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം അവിടെ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. അനേക തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ നാനാ ജാതിക്കാരിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അനേക ഭവനങ്ങളിൽ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തലമുറകളെ അല്ലെങ്കിൽ തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, പല ദർശനങ്ങൾ ദൈവം എന്നെ വ്യക്തിപരമായി കാണിക്കുവാനിടയായി തീർന്നു. ഏതൊക്കെ കുഞ്ഞുങ്ങൾ ആർക്കൊക്കെ ജനിക്കുന്നു വരുവേ അടയാള സഹിതം ദൈവം എന്നെ കാണിക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ഞാൻ ആരുടെയും പേരുകൾ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. തെങ്ങേലി ദേശത്തുള്ളവർക്ക് അറിയാമത് അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്ന ദൈവമാ. പെൺകുഞ്ഞുണ്ടാവും, ആൺകുഞ്ഞുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാകും എന്നൊക്കെ അല്ലെങ്കിൽ അനേക മാതാപിതാക്കൾ എൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടാകത്തില്ലേ? അന്നേരം ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ആന്റിയോട് ഞാൻ പറഞ്ഞു, ആന്റിയുടെ ഭവനം ഒരു അംഗൻവാടിയാക്കി ദൈവം തീർക്കുമെന്ന് പറഞ്ഞു. അതായത് തലമുറകളെ കൊണ്ട് ദൈവം നിറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചൊരു വാക്കായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. അതിനുശേഷം ഞാൻ പറയട്ടെ, അവിടെ ഒരു അത്ഭുതം ദൈവം ചെയ്തു. അവരുടെ തലമുറകൾക്ക് 2 പേർക്കും തലമുറകളില്ലായിരുന്നു. ഒരു മൂത്ത പൈതന് പ്രിയപ്പെട്ടവർക്ക് ആദ്യമുണ്ടായ കുഞ്ഞ് അല്ലെങ്കിൽ അബോർഷനായി പോകുവാനിടയായി തീർന്നു. തല വലുതായി ഒരു കുഞ്ഞുണ്ടായി, എന്നാൽ അത് അബോർഷനായി പോയി. അങ്ങനെ അവർ പലയിടങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പോയി, പലയിടത്തും പോയി ആലോചനകൾ കേട്ടുവെങ്കിലും അവർ കിട്ടുന്ന സമയങ്ങളൊക്കെ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം ദൈവം അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി മൂത്ത പൈതന് കൊടുക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഇളയ കുഞ്ഞുങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളെ കൊടുക്കുവാനിടയായി തീർന്നു. ഒരു ഭവനത്തിൽ തന്നെ 4 തലമുറകളെ കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ എൻ്റെ വേറൊരു സ്നേഹിത, കുറ്റൂര് താമസിക്കുന്ന ഒരു സ്നേഹിതയുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് എൻ്റെ മൂത്ത മകളുടെ പ്രായത്തിലുള്ള ഒരു ആൺകുഞ്ഞുണ്ട്. അതിനുശേഷം വർഷങ്ങളായി അവൾക്ക് തലമുറകളില്ല. അപ്പോൾ അന്നേരം പലരും പറഞ്ഞു, ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്നൊക്കെ അവിടെ ചെവിയാൽ കേട്ടു. എന്നാൽ അവൾ എന്നോട് പറഞ്ഞു, സൗമ്യ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സൗമ്യയെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാ,
ആ സഹോദരിക്ക് ഒരു പെൺകുഞ്ഞുണ്ടാകുന്നതായിട്ടും അവിടെ ഹസ്ബൻഡിന്റെ അനിയത്തിക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകുന്നതായിട്ട് ഞാൻ അങ്ങനെ 2 കാര്യങ്ങൾ കാണുകയാ. എന്നോട് വന്ന് പറയുന്നതായിട്ട് ഞാൻ കാണുകയാ. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഓർത്തു, പറയാതിരുന്നാൽ അത് കുറ്റകരമല്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന പോലെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറയട്ടെ, ആ മൂത്ത സഹോദരിക്ക് ദൈവം ഒരു പെൺപൈതലിനെയും കൊടുത്തു, അപ്പോൾ തന്നെ ആൺപൈതലിനെയും കൂടെ കൊടുത്തു. അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം ഉണ്ടാകുകയില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അവർക്ക് 3 മക്കളെ കൊടുത്തു. അതിനുശേഷം സഹോദരന് ഒരു കുഞ്ഞിനെ കൂടെ കർത്താവ് ദാനമായി കൊടുക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ അനേക ഇടങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ കുടുംബമായി കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അനേക അത്ഭുതങ്ങളെ കാണുവാൻ, അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത്ഭുതകരമായി ദൈവം അങ്ങനെ അബ്രഹാമിനും സാറയ്ക്കും മാത്രമല്ല, സെക്കറിയാവിനും എലിസബത്തിനും മാത്രമല്ല, നമുക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഡോക്ടേഴ്സ് എന്തെല്ലാം അസാധ്യങ്ങൾ പറഞ്ഞെന്ന് വരട്ടെ, ഗർഭപാത്രമില്ലാത്തവർക്ക് പോലും ഗർഭപാത്രങ്ങളെ നൽകിപ്പോലും കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ എല്ലാ ശൂന്യതകളെ മാറ്റി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരിന്മേല്, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരിന്മേല് ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യട്ടെ. ചില അടയാള സഹിതമായി ചില ദൈവ പ്രവൃത്തികളെ ദൈവം തലമുറയുടേതായ വിഷയത്തിന് നടുവിൽ ദൈവം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ ശുശ്രൂഷയുടേതായ കാര്യങ്ങളെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്റെ മാതാവിന് താല്പര്യമില്ലായിരുന്നു ഒരു സുവിശേഷകനെ കെട്ടാൻ. വേറെ ഒന്നുമല്ല, എന്റെ മാതാവ് കണ്ടിട്ടുണ്ട് അനേക ദൈവദാസന്മാർ അനുഭവിക്കുന്ന കഷ്ടതകൾ, അവരനുഭവിക്കുന്ന വേദനകൾ, അവരനുഭവിക്കുന്ന പട്ടിണികൾ, ഇതൊക്കെ എന്റെ മാതാവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്റെ മാതാവിനെ പറ്റിയും എന്റെ മാതാവിനെ പറ്റിയും ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ തീരാ നഷ്ടമായി തീരും. എന്റെ വല്യമ്മച്ചിയുടെ പേര് മേറിയമ്മ എന്നാണ്. മേരിയമ്മച്ചി മേരിയമ്മച്ചി ഇപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുക. എന്റെ വല്യമ്മച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവദാസന്മാരെ കൈക്കൊള്ളുന്ന ഒരു മനോഭാവമുള്ള ഒരു മാതാവാണ് എന്റെ വല്യമ്മച്ചി. ആ മാതാവ് ദൈവദാസന്മാർ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, മക്കള് പലപ്പോഴും ഞങ്ങളുടെ അമ്മച്ചി പ്രായമായി കിടക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളില് ഞങ്ങളുടെ മമ്മിയും മമ്മിയുടെ അനീത്തിമാരൊക്കെ പലപ്പോഴും ഡ്രസ്സുകൾ കൊണ്ടു കൊടുക്കും, നൈറ്റികള്, അങ്ങനെ ഡ്രസ്സുകളൊക്കെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഞങ്ങളുടെ അമ്മച്ചി എന്നാ ചെയ്യുമെന്നറിയോ? ഞങ്ങളുടെ അമ്മച്ചി അത് പാത്ത് വെച്ചിട്ട് കട്ടിന്റെ മെത്തയുടെ ഇടയിൽ കൊണ്ട് മടക്കി വെക്കും. എന്നിട്ട് സുരക്ഷിതമായിട്ട് അവിടെ വെക്കും. എന്നിട്ട് എന്നാ ചെയ്യുമെന്നറിയോ? ദൈവദാസന്മാരുടെ ഭാര്യമാർ കടന്നു വരുമ്പോ അവർക്ക് ഇത് എടുത്തു കൊടുക്കും. അങ്ങനെ ഒരു പശ്ചാത്തലം ഞങ്ങളുടെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ അമ്മച്ചി ആര് മക്കൾ കൊണ്ട് പൈസ കൊടുത്താലും ഞങ്ങളുടെ അമ്മച്ചി അത് പാത്ത് വെച്ചിട്ട് ദൈവദാസന്മാർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകത ഞങ്ങളുടെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ മാതാവിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്റെ മാതാവ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി തന്നാൽ ആവോളം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. എന്റെ മാതാവിന്റെ ചെറുപ്പകാലത്തില് ആ മാതാവിന്റെ പിതാവ് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ വല്യപ്പച്ചൻ മരിക്കുവാനിടയായി തീർന്നത്. ആ സമയത്ത് എന്റെ മാതാവ് ആ സമയം മുതൽ മാതാവിന്റെ വിദ്യാഭ്യാസം നിർത്തുവാനിടയായി തീർന്നു. അതിനുശേഷം എന്റെ മാതാവ് വളരെ കഷ്ടപ്പെട്ടാണ് അമ്മച്ചി മക്കളെയൊക്കെയും വളർത്തി അവരെയൊക്കെയും കെട്ടിച്ചു വിട്ടു. അങ്ങനെ എന്റെ മാതാവിനെയും വിവാഹം കഴിച്ച് അയക്കുവാനിടയായി തീർന്നു. അന്ന് മുതൽ എന്റെ കുഞ്ഞു പ്രായം മുതൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം ദൈവദാസന്മാർ വരുന്നുണ്ടോ അവർക്കെല്ലാം ഞങ്ങളുടെ മമ്മി വെച്ച് വിളമ്പി കൊടുക്കും, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അത് ചെറുതായിട്ടൊന്നും അല്ല. ഞങ്ങളുടെ മമ്മി ഒന്നുമില്ലെങ്കിലും ദൈവദാസന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് മമ്മി എങ്ങനെ അങ്ങനെ കഴിവെന്ന് എനിക്കറിയത്തില്ല. മമ്മി കൂട്ടാനൊന്നുമില്ലെങ്കിൽ മമ്മി എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. ഞാൻ എപ്പോഴും പറയും, മമ്മി ഞങ്ങൾക്ക് തരേണ്ടതും കൂടെ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുവാണോ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവദാസന്മാര് വന്നാലും ദൈവമക്കൾ വന്നാലും അല്ലെങ്കിൽ അവരെ സൽക്കരിക്കുന്ന കാര്യത്തില് എന്റെ മാതാവ് അധിക താല്പര്യമുള്ളവളായിരുന്നു.
അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, എന്റെ പിതാവോ എന്റെ സഹോദരങ്ങളൊന്നും ഇത് അറിഞ്ഞത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പൂമല ചർച്ചിലായിരിക്കുമ്പോൾ എന്റെ മാതാവ്, അല്ലെങ്കിൽ എന്റെ കുഞ്ഞു പ്രായത്തിൽ എന്റെ മാതാവ് ചെയ്ത ഒരു കാര്യമാണ്. അതിപ്പം മമ്മി കേൾക്കുമ്പോഴായിരിക്കും അതിനെപ്പറ്റി മമ്മി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ മാതാവ്, ഞങ്ങളുടെ IPC ചർച്ച ഒരു പ്രത്യേകത ഉണ്ട്. ആണ്ടിന്റെ അവസാനം നമുക്കൊരു ആണ്ടറി പ്രാർത്ഥന വെക്കുമല്ലോ. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് മമ്മി ഒരു അന്നത്തെ ദിവസത്തിന് വേണ്ടി മമ്മി അന്നത്തെ ഫുഡിന്റെ ചെലവ് മമ്മി ഏറ്റു. മമ്മി ഏറ്റിട്ട് മമ്മി വന്നു കഴിഞ്ഞപ്പോ മമ്മിയുടെ കൊടുക്കാൻ പൈസയില്ല. എന്നിട്ട് മമ്മി ഞങ്ങളോടൊന്നും പറയുന്നില്ല. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോ മമ്മിയെ കാണുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, മമ്മി എവിടെ പോയതാന്ന് ചോദിച്ചു. ഞാൻ താഴത്തെ വീട് വരെ പോയതാടി. എന്നാല് പിന്നീട് ആ ദൈവദാസൻ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ വിളിച്ച് മൈക്കിൽ കൂടെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഈ പൈസ കൊടുക്കാനില്ലാത്തതിന് മമ്മി എന്നാ ചെയ്തെന്നറിയോ? മമ്മി പോയി ഓട് കഴുകി കൊടുത്തിട്ട് അവിടെ നിന്ന് ആ കാശ് മേടിച്ചു. ആ കാശ് കൊണ്ട് ആലയത്തിനകത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ മമ്മി ഒത്തിരി ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് ഒരു ഫോഷയെ പോലെ ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ പിണങ്ങിയിട്ടുണ്ട്. അതായത് ലേലമൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ മമ്മി ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നതെല്ലാം ആരെങ്കിലും വരുമ്പോ ദൈവദാസന്മാരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരോ ഒക്കെ വരുമ്പോ നിനക്കാന്നും പറഞ്ഞ് മാറ്റി തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളും ഭയങ്കര ആഗ്രഹിച്ചല്ലേ ഇരിക്കുന്നത്. അന്നേരം ബാഗുകളെ, കൊടകളെ, അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അന്നേരം പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് വാന്നും പറഞ്ഞ് ഞങ്ങളുടെ കൈ തരും. എന്നിട്ട് മമ്മി എന്നാ ചെയ്യും? ആരെങ്കിലും ചോദിക്കുമ്പോ അത് എടുത്തങ്ങ് കൊടുക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഞങ്ങളുടെ മമ്മിക്കുണ്ട്. അന്നേരം അങ്ങനെ കൊടുക്കുമ്പോ ഞങ്ങൾ പലപ്പോഴും പുറത്തിട്ടുണ്ട്. ഞങ്ങൾ പറയും, എന്നാ കൊണ്ടാവുന്ന ആരും ഞങ്ങൾക്കില്ല, വരുന്നവർക്കെല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ ദൈവദാസന്മാർക്ക് കൂടുതൽ പ്രാധാന്യം, ഞങ്ങളെ ഇഷ്ടമില്ല എന്നൊക്കെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെയൊക്കെ നന്മ ഞാൻ ഇന്ന് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി കൊടുത്തതിന്, കർത്താവിന് വേണ്ടി ചെലവഴിച്ചതിനൊക്കെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. അത് പറയുമ്പോ എന്റെ ഹൃദയം നന്ദിയാ നിറയുക. എന്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തു. എന്നാ മമ്മിയുടെ ഒരു പ്രത്യേകതയുണ്ട്, മമ്മി ചെയ്യുന്നതൊന്നും ആരോടും പറയത്തില്ല. ഇപ്പം എനിക്ക് വേണ്ടി ചെയ്താൽ പോലും മമ്മി ആരോടും പറയത്തില്ല. ഒരു ദൈവദാസന് വേണ്ടി ചെയ്താൽ ആരോടും പറയത്തില്ല. ഒരു സമയത്ത് ഒരു സഞ്ചാര സുവിശേഷകൻ കടന്നു വന്നു ഞങ്ങളുടെ വീട്ടിൽ. മമ്മി ഗൾഫിൽ നിന്ന് വന്ന സമയത്ത്, അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ ദൈവദാസൻ വന്നപ്പോ മമ്മിയുടെ കയ്യിൽ പൈസയൊന്നും കൊടുക്കാനില്ല. എന്നിട്ട് മമ്മി പറഞ്ഞു, ഞാൻ ഒരു ചെക്ക് എഴുതി തരാം, അത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വരെ ചെയ്ത ഒരു മാതാവിന്റെ ഒരു കുഞ്ഞായി ദൈവം എന്നെ വളർത്തിയെടുക്കുവാൻ ഇടയായതില് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇല്ലായ്മയിൽ നിന്ന് ആ കർത്താവിന് വേണ്ടി വലിയ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഉള്ളവർ പലരും കൊടുക്കാതിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഇല്ലായ്മയിൽ നിന്ന് ഇന്നും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങളുടെ മാതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതാവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഒത്തിരി ബുദ്ധിമുട്ടും പട്ടിണിയൊക്കെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ആലോചന അങ്ങനെയാണ്, ദൈവഹിതം അതാണ്, അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വിവാഹത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. അങ്ങനെ കടന്നു വന്നത് നിമിത്തം ഞാൻ അന്ന് ദൈവവുമായിട്ട് എടുത്ത ഒരു തീരുമാനമുണ്ട്, ഒരിക്കലും എന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ എന്റെ സ്നേഹിതരോടോ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളോടോ എന്റെ സഹോദരങ്ങളോടോ ഞാൻ പറയുകയില്ല എന്ന ഒരു തീരുമാനത്തിന്റെ നടുവിലാണ് ഞാൻ ഇന്ന് വരെ ആയിരിക്കുന്നത്. കൃപയാൽ പറയട്ടെ, അല്ലെങ്കിൽ ഏതെല്ലാം വിഷയങ്ങളുടെ നടുവിൽ ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഏതെല്ലാം ദൈവസന്നിധിയിൽ ഞാൻ ആവശ്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അതിനൊക്കെ ദൈവം എനിക്ക് അക്കമിട്ട് മറുപടി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പലതും പറയുവാൻ എന്റെ മുന്നിൽ ഇനി സമയങ്ങളില്ലല്ലോ. അല്ലെങ്കിൽ പലതും പറഞ്ഞു വന്നാൽ ദൈവം ചെയ്ത അത്ഭുതമല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല. ഹല്ലേലൂയ. എന്റെ തലമുറയെ ആദ്യമായി ഞാൻ സ്കൂളിൽ ചേർക്കുമ്പോൾ എന്റെ കൈ പൈസയില്ല. എനിക്ക് മാതാവിനോട് ചോദിക്കാൻ ലജ്ജയാ. ഞാൻ ദൈവവുമായിട്ട് എടുത്ത ഒരു തീരുമാനമാ, ഞാൻ ആരോടും ചോദിക്കത്തില്ലെന്ന്. അങ്ങനെ എന്നോട് വിളിച്ച് മമ്മി ചോദിച്ചു, എടി നിന്റെ കൈ പൈസയുണ്ടോ, കുഞ്ഞിനെ എങ്ങനെയാ ചേർക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് 7000 രൂപ കുഞ്ഞിനെ ചേർക്കുന്നതിന് വേണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, മമ്മി എന്റെ പൈസയുണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്നാ എന്റെ മാതാവ് ആ സമയത്ത് എനിക്ക് ഒരു 7000 രൂപ അല്ലെങ്കിൽ എനിക്ക് എത്ര വേണമോ ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് അയച്ചു തരുവാനിടയായി തീർന്നു. അതൊരു തുടക്കമായിരുന്നു എന്റെ ജീവിതത്തിൽ. അന്ന് മുതൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാനില്ലാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ചില സന്ദർഭങ്ങളുടെ നടുവിൽ അരി പോലും മേടിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ,
അതൊക്കെ പറയുമ്പോ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അല്ലെങ്കിൽ ഞങ്ങള് എങ്ങനെയും അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ തലമുറകളെ കടത്താൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞു. അരി തീരാ, ദിവസത്തേന് അരിയില്ല. എന്നിട്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇനി നാളത്തേനുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തീർന്നു പോയി, ദൈവസന്നിധി പ്രാർത്ഥിക്കും, ദൈവത്തെ കഴിയാത്തൊന്നുമില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഞാനൊരു സ്ക്രാഫ് ഒക്കെ തലയിലിട്ടിട്ട് ഞാൻ മുട്ടുമേലിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിറകണ്ണോട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ തെങ്ങേലി ചർച്ചിലായിരിക്കുമ്പോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഡോറ് കോളിംഗ് ബെല്ലാം വരികയാ. ഞാൻ ഈ എഴുന്നേറ്റ് വരുമ്പോ കണ്ണുനീര് തോർന്നിട്ടില്ല, എന്റെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതായത് ഭീകരമായ ഒരു അവസ്ഥ. എനിക്ക് നാളെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൊടുക്കണേ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം നടുവിലാ ഞാൻ ആയിരിക്കുന്നത്. അങ്ങനെ ഞാൻ കോളിംഗ് ബെല്ല് അമർന്നപ്പോ ഞാൻ പോയി തുറന്നപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ആ ചർച്ചിൽ വരുന്ന പിതാവിന്റെ മകള് എന്റെ വീട്ടിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കൊണ്ടുവന്നേക്കുക. അല്ലെങ്കിൽ അരി തൊട്ട് എല്ലാ സാധനങ്ങളും എന്റെ റൂമിനകത്ത് കൊണ്ടുവെക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ കർത്താവ് നടത്തിയേക്കുന്ന 2 ഡയറി നിറച്ച് എന്റെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടതിന് ചിലരോട് മാത്രം എന്റെ വിശ്വാസത്തിന്റെ കഥകൾ ഞാൻ പറയും, അല്ലാത്തവരോട് ഞാൻ പറയാറില്ല. അങ്ങനെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്, ദൈവത്തിന്റെ സന്നിധി നമ്മൾ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ ഇറങ്ങിയെങ്കിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം വഴിയിലിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, അന്ത്യം വരെ നമ്മളെ പരിപാലിപ്പാൻ ശക്തനായ ദൈവമാ. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, തെങ്ങേലിയിലായിരുന്നപ്പോ പല സന്ദർഭങ്ങളിൽ എന്റെ മകൾ, ഞാൻ പറഞ്ഞില്ല, നന്നായി പഠിച്ചു വരുന്ന ഒരു കുഞ്ഞായതുകൊണ്ട് MDM എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ നിന്ന് അവളെ ഇങ്ങനെ ഞാൻ മാറ്റാൻ നേരം അവിടുത്തെ ടീച്ചർമാർ പറഞ്ഞു അവളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ചേർക്കണം, നല്ല സ്കൂളിൽ ചേർക്കണം, കുഞ്ഞിനെ കൊണ്ട് കേരള സിലബസ് ചേർക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ എന്റെ ചേർക്കാൻ നിവൃത്തിയില്ലല്ലോ. അല്ലെങ്കിൽ തിരുവല്ലായിൽ ഒരു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ ചേർക്കാൻ എനിക്ക് മനസ്സിന് ഭയങ്കര ആഗ്രഹമാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവം പ്രവർത്തിക്കണം. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പോയി തിരക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി തിരക്കിയപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേർക്ക് വർഷത്തിൽ അവര് പകുതി പൈസ മാത്രം ഫീസ് കൊടുത്താൽ മതി, ബാക്കി പൈസ അവര് ഇളവ് ചെയ്യും, പകുതി പൈസ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ആദ്യം ഹസ്ബൻഡ് പോയി ചോദിച്ചപ്പോ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഒരച്ഛനാ, അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു ഇപ്പൊ അതിന്റെ സമയം കഴിഞ്ഞു പോയി, എടുക്കേണ്ട പിള്ളേരൊക്കെ എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നിരാശയുടെ വാക്കുകൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, എടി പ്രിൻസിപ്പാൾ ഇങ്ങനെയാ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന് മുട്ടുമേലിരിക്കുക, അല്ല ഒന്നുകൂടെ പോയി ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ പോയി ആ പ്രിൻസിപ്പാളിനോടൊന്ന് ചോദിക്കുക, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് പിന്നെയും ഒന്നുകൂടെ പോയി ചോദിച്ചു. ഒന്നുകൂടെ പോയി ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, സുവിശേഷകനാണെന്നും അപ്പോൾ തന്നെ കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്യുവാണെന്നും ഒക്കെ മുന്നമേ പറഞ്ഞിരുന്നുവെങ്കിലും ആ സമയത്ത് പ്രിൻസിപ്പാളിന്റെ മനസ്സിന് ദൈവം ഇടപെടുവാനിടയായി തീർന്നു. ആ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ എടുത്തിരിക്കുന്നു, അവൾക്ക് അവക്ക് പകുതി പൈസ തന്നാ മതി എന്നിങ്ങനെ ആ പ്രിൻസിപ്പാളിന്റെ വായിൽ കൂടെ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം പലപ്പോഴും ഈ പകുതി പൈസ പോലും കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നേരെ കടന്നു വന്നു. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ചർച്ചയിരിക്കുന്ന ചർച്ചിലെ പ്രിയപ്പെട്ടവർ എന്നോട് പറയാറുണ്ട്, സൗമ്യ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൗമ്യ ഞങ്ങളോട് പറയണം. എന്നാൽ ഇന്ന് വരെ ഒരു മനുഷ്യനോട് പറയുവാൻ ദൈവം അനുവദിച്ചില്ല. ഇപ്പൊ ഏകദേശം 20 വർഷത്തോളമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇതുവരെയും ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ഏത് സങ്കടങ്ങളിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവമുഖത്ത് നോക്കി ദൈവത്തോട് സങ്കടങ്ങൾ പറയും, അല്ലാതെ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ കർത്താവ് അത്ഭുതകരമാക്കി നടത്തിക്കൊണ്ടു പോകുന്നു. അപ്പൊ തന്നെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷം എനിക്കൊരു സർജറി ഉണ്ടാകുവാനിടയായി തീർന്നു. യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം കടന്നു വന്നു. അങ്ങനെ സർജറി ചെയ്യുമ്പോൾ എനിക്ക് ഈ ഗവൺമെന്റ് ആശുപത്രി ചെയ്യാൻ പേടിയാ. അന്നേരം പ്രൈവറ്റ് ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം കല്ലിശ്ശേരിയിലുള്ള ഒരു ഹോസ്പിറ്റലില് കല്ലിശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിൽ കടന്നുപോയി.
അവിടെ ചെയ്യുവാനിടയായി തീർന്നു. ആ ചെയ്യുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞു, ഗവൺമെന്റ് ആശുപത്രി ചെയ്യാമെങ്കിൽ വളരെ പൈസയൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ദൈവദാസനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, എനിക്ക് എത്ര പൈസയാകുന്നോ അതിനേക്കാളിലും മുകളിലുള്ള പൈസ കർത്താവ് എനിക്ക് വേണ്ടി തരും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഓപ്പറേഷന് വേണ്ടി കടന്നുപോയി ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. എനിക്ക് ഏകദേശം 1,00,000 രൂപ ചെലവായി. എന്നാൽ 1,00,000 രൂപ മാത്രമല്ല, അതിനേക്കാളിലും മീതെ ദൈവം എനിക്ക് പൈസ നൽകുവാനിടയായി തീർന്നു. അനേക ദൈവദാസന്മാർ, അപ്പോൾ തന്നെ എന്നെ സ്നേഹിച്ച അല്ലെങ്കിൽ എന്നോട് കൂട്ടായ്മ കാണിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. എനിക്ക് അവരുടെ ഒന്ന് പേരുകൾ പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, അവർക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്നത് വിളിച്ചു പറയുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറയാത്തതാ. എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സമുദായക്കാരായ അനേക പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി സഹായം ചെയ്തു. അപ്പോൾ തന്നെ എന്റെ സഹോദരങ്ങൾ, അതൊന്നുകൂടെ പറയട്ടെ, എന്റെ ഹസ്ബൻഡിന്റെ സഹോദരങ്ങൾ, അവർ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊന്നും പറയട്ട, അവരറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ ഈ ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് ഞങ്ങളുടെ ഇരുന്ന ഒരു വണ്ടി, സെക്കൻഡ് ഹാൻഡ് വണ്ടി, അത് ഇച്ചിരി പണിയായിട്ടിരിക്കുക. അന്നേരം അത് കൊടുക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞാൻ അത് പറയുന്നത് അവർക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയുകയാ, തെങ്ങിലുള്ള ഒരു ആന്റി എനിക്കൊരു 2,00,000 രൂപ എനിക്ക് അയച്ചു തരുവാനിടയായി തീർന്നു. സഹോദരങ്ങൾ പോലും, നമുക്ക് അറിയാം, സഹോദരങ്ങൾ നല്ല ഉദ്ദേശിച്ചത്, അറിയാവുന്നവര് പോലും ചെയ്യത്തില്ല. ഒരുമിച്ച് ഒരു 2,00,000 രൂപയൊക്കെ തരിക എന്ന് പറഞ്ഞാല് കർത്താവ് ഒരുക്കുന്ന വഴികളാ, അവരെ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തിയാ. അങ്ങനെ ആ 2,00,000 രൂപയും കൊണ്ട് ഞങ്ങൾക്ക് ആ വണ്ടി മാറുവാനും വേറൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുവാനും കർത്താവ് സഹായിച്ചു. അങ്ങനെ അത്ഭുതങ്ങളുടെ വലിയൊരു നിരയാണ് എന്റെ ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ദൈവദാസന്മാരും ദൈവദാസിമാരും, അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ഓർത്ത് അവരുടെ സാമ്പത്തികമായ പഠിത്തത്തിന് വേണ്ടി ഒക്കെയും ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവരോടൊക്കെ ഞാൻ പറയട്ടെ, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. നമ്മുടെ ദൈവം ഏലിയാവിന്റെ ദൈവം മാത്രമല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ ഹസ്ബൻഡ് പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയും, എന്റെ ഹസ്ബൻഡിന്റെ പപ്പയെ നടത്തിയ അത്ഭുതങ്ങളെ പലപ്പോഴും വർണ്ണിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ദൈവദാസൻ എന്റെ ഹസ്ബൻഡ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങൾക്കും കൂടെ ചില അത്ഭുതങ്ങളെ പറയത്തക്ക നിലവാരത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. തീരാത്ത നന്മകൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു, ഇന്നും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 37-ാം പദ്ധതി പറയുന്നു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളെ ദൈവസന്നിധിയിൽ നിങ്ങൾ കൊണ്ടുവരുന്നുവെങ്കിൽ എത്ര താമസിച്ചാലും, നമ്മൾ എത്ര വൈകി എന്ന് ചിന്തിച്ചാലും, അസാധ്യമെന്ന് ചിന്തിച്ചാലും, ഇനി നടക്കുകയില്ലെന്ന് ചിന്തിച്ചാലും, അതെല്ലാം എന്റെ ദൈവത്തിന് നൊടി നേരം മതി. നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കാൻ ഒരു മിനിറ്റ് മതി. അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ ഒരു പടി കൂടെ വർദ്ധിപ്പിക്കുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എനിക്ക് ഇത്രത്തോളം സമയം സാക്ഷ്യം പറയുവാൻ അനുവദിച്ചു തന്ന അരോമ ടിവിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ദൈവദാസനോടും അതിലുള്ള എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധി ഈ സാക്ഷ്യത്തിന് മുമ്പാകെ നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അപ്പന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാ കർത്താവേ. എന്റെ കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവേ ഇതൊരു അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണം കർത്താവേ. അനേകരുടെ ജീവിതത്തെ നടക്കുകയില്ലെന്ന്, ഇനി സാധ്യതയില്ലെന്ന്, സമയം കഴിഞ്ഞു പോയെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു വിടുതലാക്കി കർത്താവ് തീർക്കണം കർത്താവേ. ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ അനേക അത്ഭുത
പ്രവൃത്തികളെ ദൈവം അവരുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ചെയ്യേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഈ അരോമ ടിവിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് നടത്തുന്ന ദൈവദാസനെ ഹല്ലേലൂയ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇതിനെ അനുഗ്രഹിക്കണം കർത്താവെ. അനേകർക്ക് പ്രയോജനമുള്ളതാക്കി കർത്താവ് ഈ TV പ്രോഗ്രാമിനെ തീർക്കുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, മഹത്വം ദൈവത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ സിസ്റ്റർ സൗമ്യ സാം. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സംഭവബഹുലമായ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇന്ന് കർത്താവിന് വേണ്ടി ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വിവിധ മേഖലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ നിലകളിലൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല നാളുകൾക്കായി, നൽകി തന്ന എല്ലാ നന്മകൾക്കായി, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, ശുശ്രൂഷാ മണ്ഡലം, കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രവർത്തന മേഖലകൾ എല്ലാറ്റിനായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആ തിരഞ്ഞെടുപ്പ് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടേതായ തെറ്റായ ചില തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും അത് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യമാകും. ദൈവം നമ്മെ വിളിച്ച ആ വിളി കേട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും ഒരിക്കലും ഒരു ദോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിയാസിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ആ കരുതൽ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ച ആ നല്ല സാക്ഷ്യങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവ് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ നിങ്ങളെ പിന്നെയും കുടുംബമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.